പുതിയ ഫോൺ എടുക്കാൻ പോണ വീഡിയോട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഒരു ഫോൺ എടുക്കാനായിട്ട് ഇത്രയും എക്സൈറ്റഡ് ആയിട്ടില്ല. ഞാൻ ഇന്ന് എടുക്കാൻ പോണത് ഐഫോണിന്റെ പുതിയ 16 Pro Max ആണ്. ആക്ച്വലി പ്രോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. കാരണം പ്രോ ആകുമ്പോൾ ഭയങ്കര ഹാൻഡ് ചെയ്യാൻ നമുക്ക് കയ്യിലൊക്കെ കൊണ്ട് നടക്കാം. പക്ഷേ അതിൻ്റെ ബാറ്ററി ലൈഫ് ഭയങ്കര ഷോക്കാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ചാർജിന് ഇടാനൊക്കെ നല്ല വടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് പ്രോ മാക്സ് തന്നെയാണ് നല്ലത്. പിന്നെ ഇത്തവണ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവാൻ കാരണം എന്താ അറിയോ, ഇപ്രാവശ്യം നമ്മളിപ്പോൾ നേരെ പോയി ഇങ്ങനെ മേടിക്കാറ്. പിന്നെ മാത്രമല്ല ഞാൻ ഈ ഫോണിൻ്റെ കുറേ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്യാമറ പോലെ സ്ക്രോൾ ചെയ്യാം. പിന്നെ സൗണ്ടിൻ്റെതിനാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. സൗണ്ട് ഇങ്ങനെ മൈക്ക് ഇല്ലാണ്ട് ഫോണിൽ നല്ല അത്ര ക്രിസ്പ് ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നതാണ് കേട്ടത്. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ പ്ലസ് സൈഡൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരെ പോയി മേടിക്കുക. സാധാരണ എൻ്റെ ഫോണൊക്കെ ഐഫോണുകൾ കിട്ടും. എൻ്റെ കയ്യിലുള്ള ഞാൻ 2 ഐഫോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 12ഉം ഇതും. അപ്പോൾ ഈ 2 ഐഫോണും ഞാൻ വെളിയിൽ നിന്ന് ദുബായിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങോട്ട് ആടും. മേടിച്ചിങ്ങനെ അത്ര ഡിലേ വരും. ഇത് നമ്മൾ നേരെ പർച്ചേസ് ചെയ്യും. സഡനായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു സഡനായിട്ട് പോയി മേടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ പെൻറ്റാമേനൊക്കെ പോയിട്ടാണ് കേട്ടോ മേടിക്കണത്. ഓക്കെ, അപ്പം നല്ല റെഡി ആവട്ടെ. ഞാൻ കുളിച്ചു അല്ല നല്ല കുളിക്കാറുണ്ട്. എന്നാലും ഇന്ന് ഞാൻ തലയൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഇട്ടിങ്ങനെ മസാജ് ചെയ്തിട്ടുള്ള കുളിയായിരുന്നു. അപ്പോൾ നമുക്ക് റെഡി ആവാം. അപ്പോൾ നമുക്ക് റെഡി ആയാലോ. ഞാൻ ആദ്യം തന്നെ ലിപ്റ്റിൻ്റെ ഇട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ ലിപ്റ്റിൻ്റെ നോക്കൂ. പക്ഷേ നമ്മുടെ പശ ഒട്ടണ പോലെ ഇത് ഒട്ടുകൂട്ടാ. പക്ഷേ ഉണ്ടല്ലോ ഇത് ലോങ് ലാസ്റ്റിങ്, സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. ഇത് ഈ മേബിലിൻ്റെ ചെടി ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് ആട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ കളറാണല്ലോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇച്ചിരി സ്റ്റിക്കിയാണ്. ഈ സ്റ്റിക്കിനെസ് കുറച്ചധികം ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കും പോവാൻ. പക്ഷെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് എനിക്കിത് ലിപ്സ്റ്റിക്കിൻ്റെ അണ്ടർനീത്ത് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് പോയാലും നമുക്ക് ഈ ഒരു ലിപ് ടിൻറ്റ് നമ്മുടെ ലിപ്സിൻ്റെ അണ്ടർനീത്ത് ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു സ്കേർട്ടാണ് ഇടുന്നത്. ഇതൊരു ഡെനിം സ്കേർട്ടാണ്. ഈ സ്കേർട്ടിൻ്റെ കൂടെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ടോപ്പാണ് കേട്ടോ ഒന്ന് ഞാൻ പെയർ ചെയ്യാൻ പോണത്. എന്നിട്ട് ഞാൻ മൂടി പൊക്കിക്കെട്ടാന്ന് വിചാരിക്കുക. കാരണം എൻ്റെ മുടിയിൽ എണ്ണ ഇട്ടിരിക്കണോണ്ട് മുടി സഗറായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇപ്പം ഞാൻ സെക്കൻഡ് ചാനലിൽ ഇങ്ങനെ എപ്പോഴും വ്ളോഗ് ഇടുന്നതുകൊണ്ട് എനിക്കിപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ ഒരു രസം തോന്നാറുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലിലായതുകൊണ്ട് വലിയ ആളുകൾ അങ്ങനെ ജഡ്ജ് ചെയ്യൽ കുറവാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാൻ പറ്റണ പോലെ എന്താ എനിക്കിഷ്ടം. ഈ മെസ്സി ബൺ കെട്ടണുണ്ടല്ലോ ഭയങ്കര ട്രിക്കി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്ന് മെസ്സി ബൺ കെട്ടാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രസമായിട്ട് വരും. പക്ഷേ എവിടെയെങ്കിലും പരിപാടിക്ക് പോകാനായാലും പരിപാടിയല്ല എന്തെങ്കിലും വേണ്ടിയിട്ട് വെളിയിൽ പോകാനായിട്ട് ഞാൻ മുടി കെട്ടുകയെന്നിരിക്കട്ടെ, ഈ പണ്ടാരം മെസ്സി ബൺ ശരിയാകത്തില്ല, മെസ്സി ആവത്തില്ല. പിന്നെ ചുമ്മാ അലമ്പ് പിടിച്ചിരിക്കും. എന്നാൽ വീട്ടിൽ നിൽക്കുമ്പോൾ ആ കെട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങ് സുന്ദരമായിട്ട് വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ശരിക്കും വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് റെഡി ആവാൻ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐബ്രോസ് വെച്ചപ്പോഴൊക്കെ ടാറ്റു അടിച്ച പോലെ ഉണ്ട് ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തായ്ലൻഡിലെ സെഫോറയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ്. 97 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. നല്ലൊരു ഡീപ്പ് ഷെയ്ഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ റെഡും അല്ല പക്ഷെ മെറൂണും അല്ല റെഡും അല്ലാത്ത കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ടിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ടിൻറ്റല്ലേ. ഇത്രയുള്ളൂ.
ഇനി നമുക്ക് ഒന്ന് കണ്ണെഴുതി കൊടുക്കാം. എൻ്റെ കണ്ണ് കണ്ടിങ്ങനെ ഭയങ്കര ക്ഷീണിതയായിട്ടിരിക്കണില്ലേ? ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ ഇങ്ങനെ ക്ഷീണിതയായിട്ടിരിക്കും. പക്ഷെ എനിക്ക് കണ്ണെഴുതുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് ഒരു എക്സൈറ്റിംഗ് ദിവസമായതുകൊണ്ട് നമുക്ക് കണ്ണെഴുതിയേക്കാം. ഞാൻ കണ്ണെഴുതണം എങ്ങനെ അറിയോ? ഈ താഴെ കണ്ണ് വരയില്ല, ഈ വരയുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ പോവുകയാണ്. മണി ഞങ്ങൾ കൊണ്ടുപോകും. മണി ഇപ്പൊ ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരിക്കാറായിട്ടോ. അവൾക്ക് കുറച്ച് അവള് ഒരു സമയമുണ്ട്, ഒരു 3 hour 4 hour ഒക്കെ. അതിൽ കൂടുതൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മണി എന്ത് ചെയ്യും? ഈ സെറ്റിയിലൊക്കെ കയറി അപ്പിട്ട് നാട്ടിച്ചിട്ട്. രാത്രി പേടിയുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല. അമ്മയ്ക്ക് ഇവിടെ അടുത്തായിരുന്നു വീട് എടുത്തിരുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് ദൂരോട്ട് മാറി. ഇപ്പം നമുക്ക് അങ്ങോട്ട് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണീനെ അവിടെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. അത് വേറെ വഴി പോകണം, ഞങ്ങൾ പോണ സ്ഥലം വേറെ വഴി പോകണം. അപ്പോൾ അതുകൊണ്ട് അത് സൗകര്യമായിരുന്നു. ഇവിടെ മണീനെ എത്തിക്കാനൊക്കെ സുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പാടായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് മണീനെ മോണിറ്റർ ചെയ്യാൻ. മണി അനങ്ങുന്നത് തിരിയുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലേ കുട്ടി? Are you excited for the പുതിയ ഫോൺ? സോറി ഗൈസ്, ഞാനത് മേടിക്കില്ലായിരുന്നു കേട്ടോ. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് പോയപ്പോഴേക്കും ശരണ്യയുടെയും ഗംഗയുടെയും ഫോൺ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതുവരെ ഒരു ഫോൺ എടുക്കാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടില്ല. എനിക്ക് ഭയങ്കര കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയില്ല. ഞാൻ സൂപ്പർ എന്ന് പറയാം. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ റിവ്യൂ, അതുകൊണ്ട് എൻ്റെ റിവ്യൂസ് ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂസ് ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ സൂപ്പർ എന്ന് പറയാറുള്ളൂ. അല്ലാതെ അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റും എനിക്ക് ഓക്കെ ചിലതൊക്കെ മാത്രമേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നാറ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ബൈ. Every day, late at night, not okay. All I want, and I pray, all I need are some better days. നമ്മുടെ പുതിയ ഐഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഐഫോൺ എടുക്കുമ്പോൾ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് എടുക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ സ്പെഷ്യലി ഇതിൻ്റെ സൗണ്ടിനാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. നോക്കാം. അല്ലെങ്കിൽ എപ്പോഴും മൈക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര പാടല്ലേ. ഇതിനകത്ത് മൈക്ക് വെക്കണം, അതിവിടെ ഫിറ്റ് ചെയ്ത് നടക്കണം, ഇത് എവിടെയെങ്കിലും പോകുന്ന കുറച്ച് ടെൻഷൻ അടിക്കണം. ഓക്കെ, ഈ ചേട്ടൻ കടയിൽ നിന്നാട്ടോ നമ്മളെടുത്തത്. നെക്സസ് കമ്മ്യൂണിക്കേഷൻ. അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോഴേക്കും ഞാൻ ചില വീഡിയോസ് ഇല്ലേ അപ്പൊ തന്നെ പൊട്ടിപ്പോണേ. ഈ കളർ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുത്ത കളറാട്ടോ. ഡെസേർട്ട് ടൈറ്റാനിയം അല്ലേ? ഇതാണ് ഇതിന്റെ സൈഡിൽ നമുക്ക് ഇതേപോലത്തെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ പല ആളുകളുടെ ക്യാമറ ഓണായി വരുന്നില്ല. കുഴപ്പമുണ്ടോ? പിന്നെ നിങ്ങൾ യൂസ്ഡ് ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഐഫോൺസ് ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ്. പുതിയ ഐഫോൺ സെറ്റ് ചെയ്യാണ്. ആദ്യമായിട്ടായിരിക്കും മറ്റേ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമാണ്. ഞാൻ ഇത്തവണ ആദ്യമായിട്ടാണ് ഐഫോണിന്റെ മറ്റേ പെട്ടി പൊട്ടിക്കണേ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് പെട്ടി എങ്ങനെ പൊട്ടിക്കട്ടെ. എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ അതിലത്ര ശ്രദ്ധിക്കാറില്ലാത്തോണ്ട് പൊട്ടിക്കണേ
അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം അല്ലേ, മിക്കതും പൊട്ടിച്ചുകൊണ്ടാണ് വരിക. നമ്മൾ മീൻസ് അറിയാവുന്നവരെയൊക്കെ കൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവരിക്കലായിരുന്നു. നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക് ആയാ? ആ എന്നാൽ ഓക്കെ. പക്ഷെ ഇതുണ്ടോ, ഈ ഫോണും ഈ ഫോണും ഇതിനേക്കാളും വലിപ്പമുണ്ടോ ഇതിന്? 6.9 ഇഞ്ച് സ്ക്രീൻ. കൂടുതലാണ്. ആ പുതിയന് മറ്റേ 6. പക്ഷേ ഫുൾ വലിപ്പം കൂടിയിട്ടില്ലെന്നാ, സ്ക്രീൻ സൈസ് കൂടി. ബെസൽസ് ഈ സൈഡിലെ കറുപ്പ് ഭാഗമുണ്ടോ, അത് ഇവിടെ കുറഞ്ഞെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും. ട്രാൻസ്ഫർ ഫോൺ നമ്പർ, യു ഹാവ് 2 ഫോൺ നമ്പർ അവൈലബിൾ ടു ട്രാൻസ്ഫർ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പുതിയ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പുതിയ ഫോൺ. ഇതിന്റെ കളർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്തവണത്തെ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഇപ്പൊ വരെ ഞാൻ നോക്കിയത് വെച്ചിട്ട് ക്യാമറയിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കുറേ സെറ്റിംഗ്സുകൾ ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇതിന്റെ പണി ചെയ്തോണ്ടിരിക്കണോണ്ടാണ് ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് വന്നതൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ മറ്റേ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. അത് ഞാൻ ക്യാൻസൽ ആക്കി. നമുക്കത് അത്രയും അറിയാൻ പറ്റില്ല. ശബ്ദം ഇട്ടുണ്ട്, ഫാന്റെ സൗണ്ട് ഉണ്ട്. റഷ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഇടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും. റോഡിലൊക്കെ നിന്ന് എടുക്കുവാണെങ്കിൽ. പക്ഷെ ഒരുവിധം എല്ലാവരും ഇപ്പൊ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ടാണ് ഒരാളത് എടുത്തത്. അല്ല, ഞാൻ ആരുടെ വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ ശരണ്യയുടെ ഗംഗയുടെ ഫോൺ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അയ്യോ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ കുറെ ആയിട്ട് ഈ ഫോൺ എടുക്കാൻ കുറച്ച് ട്രൈ ചെയ്തിരുന്നു. നമ്മൾ പല ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പൊ നമുക്കിപ്പോ ഇത് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് നെക്സസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല സർവീസ് ഒക്കെ ആയിരുന്നു അല്ലേ? നല്ലായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. എല്ലാം സെറ്റ് ചെയ്തു. സംഭവം ഇപ്പൊ കൊണ്ടുവന്ന് നമ്മളിപ്പോ ഓപ്പൺ ആക്കായിരുന്നു. അവര് എല്ലാം നമ്മൾ ഓൾറെഡി വിളിച്ചു ചോദിച്ചു. അവര് ഫോളോ അപ്പ് ഒക്കെ ചെയ്തു. ബാക്കിയിടത്തൊക്കെ വിളിച്ചു ചോദിച്ചപ്പോഴും 1-2 തവണയൊക്കെ, എല്ലാവരും തിരക്കായിട്ടുണ്ടായിരിക്കും, 1-2 തവണയൊക്കെ വിളിച്ചെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാം ചെയ്തു. പിന്നെ പുതിയ ഇപ്പം ഇത് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ഈ കളറ്. പിന്നെ നമുക്ക് 512 GB വേരിയന്റ് ആയിരുന്നു വേണ്ടത്. കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. 256 പിന്നെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് എല്ലാം കിട്ടി. ഇപ്പൊ ഒരാൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ബാക്കി പറഞ്ഞു. അതാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് വ്ളോഗൊക്കെ ചെയ്ത് നോക്കണം. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒരു ഇവന്റ് ഉണ്ട്. അതിന് മെയിൻ ആയിട്ട് പോകുമ്പോഴേക്ക് വ്ളോഗ് ചെയ്യാൻ പെട്ടെന്ന് ഞങ്ങളൊന്ന് പോയി എടുക്കാൻ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഫോണിലോടൊന്നും വലിയ ക്രൈസ് ഇല്ല. ഇതിപ്പോ മറ്റേ തായ്ലൻഡിൽ നിന്ന് വന്ന പോലെ. ഞങ്ങൾ ഇത്തവണ 16 Pro Maxലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മേടിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഇരുന്നതാണ്. പിന്നെ ഇവരുടെ കൂടെ ഒക്കെ പോയപ്പോ ഇത് കുറച്ചുകൂടെ ഈ ബ്ലോഗിംഗ് കാറ്റഗറി ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ബെറ്റർ. അവരുടെ ക്ലാരിറ്റി നല്ല രസമുണ്ട്. എടുക്കുമ്പോ സ്ക്രീനിൽ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വോയിസിന്റെ ഒരു അഡ്വാൻറ്റേജ്. അവർ കൂട്ടത്തിൽ നിന്ന് എടുത്താൽ നമുക്ക് മൈക്ക് ഇല്ലെങ്കിലും നമ്മൾ മൈക്ക് കൊണ്ടുനടക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അയ്യോ, ഞാൻ തായ്ലൻഡിൽ പോയപ്പോണ്ടല്ലോ, ഫസ്റ്റ് ഡേ ഞാൻ വലിയ ഷൂട്ടൊക്കെ ചെയ്യാൻ നോക്കുന്നത് മൈക്കൊക്കെ എടുത്ത് കുത്തി എവിടെ വെള്ളത്തിലോട്ട്. ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നടന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാ. അതുണ്ടോ വാട്ടർ പ്രൂഫ് അല്ലല്ലോ ഫോണൊക്കെ. പിന്നെ ഒരു വാട്ടർ റെസിസ്റ്റന്റോ പാടായിരുന്നു. ഇതാവുമ്പോ കുറച്ചുകൂടി നമുക്ക് കൺവീനിയന്റ്. പക്ഷെ നമ്മൾ എടുത്തു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഡ്രസ്സല്ലേ എന്റെ കളർ കാണാനായിട്ട്. ഭയങ്കര ഇതില്ല, പകരം മറ്റേ നാച്ചുറൽ ടൈറ്റാനിയം. ഞാൻ എടുത്തിട്ടുള്ള 2 ഫോണും ബ്ലൂ കളറായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റാൻ പറഞ്ഞ ആൾക്ക് ബ്ലൂ തന്നെ മതി എന്ന് പറഞ്ഞു. ഞാൻ കളറില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എടുക്കുമ്പോ അത്ര കോൺഷ്യസ് അല്ല. ഏതെങ്കിലും ഒരു ഫോൺ മതി എന്നാണ്. ഞാൻ ക്യാമറയില് ഷൂട്ട് വ്ലോഗ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫോൺ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് വ്ലോഗ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ? ബൈ.